ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ ഒരു ടിപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ടിപ്പുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് അപ്പം തന്നെ കാണുക. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പിന്നീട് ചിലപ്പോൾ കാണാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ നല്ലൊരു അറിവായിരിക്കും അത്. അപ്പോൾ ഇനി മുതൽ അത്തരം വീഡിയോസ് നമുക്കൊരു ആഴ്ചയിൽ 1-2 വീഡിയോ അങ്ങനെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളെല്ലാവരും എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ, സിമ്പിളാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ എഞ്ചിൻ ഓയിൽ ചേഞ്ചിങ് എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ വണ്ടിക്ക് ഏത് ഓയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അത് എത്ര കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത്, പിന്നെ അത് എത്ര കിലോമീറ്റർ കൂടുമ്പോൾ അത് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്, അതായത് അതിൻ്റെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം, അതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊന്നും അല്ലാതെ, ഇതൊക്കെ നോർമലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും അല്ലാതെ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താ പറയുക ഒരു 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ് നിങ്ങളെ എഞ്ചിൻ ഓയിൽ മാറ്റാറുള്ളത്, അല്ലെങ്കിൽ 5000 കിലോമീറ്റർ കൂടുമ്പോഴാണ് മാറ്റാറുള്ളത്. കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ഓയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ കിലോമീറ്റർ ഓടും, സ്വാഭാവികമായിട്ട് ഓടും. പക്ഷേ എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 3000-3500, മാക്സിമം 4000, അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക. നിങ്ങൾ പിന്നെ ഒരു സെമി സിന്തറ്റിക് ലെവലിലുള്ള ഓയിലൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണം, അതാണ് നല്ലത്. ഇപ്പോൾ ഒരു 3000-ലാണ് നിങ്ങൾ മാറ്റുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, ഈ 3000 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നമ്മളെ എഞ്ചിൻ എത്ര സമയം റൺ ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കൊതുക് അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ക്ഷമിക്കുക. പിന്നെ അപ്പോൾ 3000 കിലോമീറ്ററിലാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 3000 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നമ്മളെ വണ്ടി എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു ചെറിയൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരു 10 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നിങ്ങളെ വണ്ടി നോർമലി ഒരു 10 കിലോമീറ്റർ, നമ്മളിപ്പോൾ ഒരു മിനിറ്റിൽ 1 കിലോമീറ്ററാണ് ഓടുന്നതെന്നുണ്ടെങ്കിൽ 10 കിലോമീറ്റർ ഓടാൻ 10 മിനിറ്റ് മതി നമുക്ക്, അല്ലേ? നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള റോഡാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് മതി. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ റൈഡിങ് കണ്ടീഷൻ എന്താണ്, ഏത് റോഡാണ് എന്നൊന്നും എനിക്കറിയില്ല. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റൈഡിങ് കണ്ടീഷൻ എന്താണ്, എന്താ പറയുക റോഡിൻ്റെ കണ്ടീഷൻ എന്താണ്, അതിനനുസരിച്ച് നിങ്ങൾ നോർമലി എങ്ങനെയാണ് ഓടുന്നത്. ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ കുറച്ചൊരു നല്ലൊരു ട്രാഫിക്കൊക്കെ ഉള്ള കുറച്ച് ഏരിയ നിങ്ങൾ പോകുന്ന വഴിക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിൽ ടൗണിൽ തന്നെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിട്ടുള്ള ജോലികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ജോലികളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 10 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വണ്ടിക്ക് നോർമലി 10 മിനിറ്റ് അല്ല നിങ്ങൾ എടുക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഒരു 3 കിലോമീറ്റർ ഭാഗം നല്ല റഷുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ 3 കിലോമീറ്റർ ഓടാൻ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് 10-20 മിനിറ്റ് എടുത്തു എന്ന് വരാം. അത്രയും സമയം നമ്മൾ നടു റോട്ടിൽ വണ്ടി ഓഫ് ചെയ്തൊന്നും ഇടില്ല. നമ്മളിങ്ങനെ ചെറിയ ഗ്യാപ്പൊക്കെ കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, മൂവ് ചെയ്ത് പോകാൻ നോക്കും. അപ്പോൾ ആ സമയത്തൊക്കെ വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ്, പക്ഷേ വീല് കറങ്ങുന്നില്ല എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ എഞ്ചിൻ റൺ ചെയ്യുന്നുണ്ട്, എഞ്ചിൻ ഓയിലൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്ന ടൈം കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, മനസ്സിലായോ? ഇപ്പോൾ 3000 കിലോമീറ്ററിലാണ് നിങ്ങൾ മാറ്റുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വണ്ടി ഇതുപോലെ ഓടുന്നൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ 3000 അല്ല 4000 അല്ലെങ്കിൽ 4500 ഓടേണ്ട രീതിയിൽ നമ്മുടെ എഞ്ചിൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും, മനസ്സിലായോ? കിലോമീറ്റർ നോക്കുമ്പോൾ 3000 ഉള്ളൂ. മനസ്സിലായല്ലോ? ഉറുമ്പും കടിക്കുന്നുണ്ട്, കൊതുകും കടിക്കുന്നുണ്ട്, എന്തൊരു ഇടങ്ങേറാണത്. പോട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു ഹെവി ട്രാഫിക്കുള്ള സ്ഥലങ്ങളിലൂടെ കൂടുതൽ ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തിയിട്ടിട്ട് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി മാറ്റുന്ന ആ ഒരു കിലോമീറ്ററിനേക്കാളും കുറച്ച് കിലോമീറ്റർ ബാക്കിലേക്ക് പിന്നെ കൗണ്ട് ചെയ്തിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.